ഒരു മോശമായ മെസ്സേജോ വേറെ വല്ല രീതിയിലും ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. താൻ അവനെ കണ്ടാ പറഞ്ഞേരെ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണ കൊടുക്കുന്നു. അപ്പൊ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. എന്താ ഇപ്പൊ ചെയ്യുക? ഇത്തിരി ആസിഡ് എടുത്ത് ആ സുന്ദരിയുടെ മുഖത്തൊഴുക്കി. ഒരു പ്ലാന്റ് മൂവാണ്. എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. ഒരാൾ അങ്ങനെ പറയുമ്പോ 16 ആൾക്കാർ അത് റിയാക്ട് ചെയ്യാതിരിക്കുക. അൻസിബിയും കേട്ടിട്ടില്ല. 21 ക്യാമറകളാണ് വിത്ത് ഓഡിയോ റെക്കോർഡിംഗ്. അപ്പൊ രാത്രി രക്ഷയില്ല. നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര രസമായിരിക്കും പറയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ പോയാൽ അംഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. നാറ്റകേസാകണ്ട. കാര്യത്തിന്റെ ഗൗരവം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. എനിക്ക് തോന്നുന്നില്ല ടിനി ടോമിനെ പോലത്തെ ആളങ്ങനെ ഒരു മതവൈരം സൃഷ്ടിക്കുന്ന ഒരു മനസ്സുള്ള ആളൊന്നുമല്ല. വിശ്വസിക്കാം, നല്ല ചങ്കൂറ്റാ, കൂടെ നിൽക്കും. അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു. പ്ലാൻ ഞാൻ പറയാം. അതങ്ങനെ പറയരുതല്ലോ, നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. മറ്റാരും അറിയരുതെന്ന അച്ചായൻ പറഞ്ഞത്. നമുക്കിവിടെ ഒരു നിയമ ഇതുണ്ടല്ലോ, അതായത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ കൊണ്ടേ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അകത്തായാലും 3 നേരം ഗോതമ്പുണ്ടെങ്കിലും കിട്ടും. ടിനിയെ കുറിച്ച്, ടിനി എന്റെ ഒരു സഹപ്രവർത്തകരാണ്. എന്റെ ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇല്ലേ സേതു? എനിക്കും തോന്നി. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. അത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അത് പറയാനല്ലേ ഞാൻ വന്നത്. അതിനു മുമ്പ് അവനൊക്കെ അടിക്കാനായി അതുപോലെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റാണ്. ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. പറ്റിയത് പറ്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അൻസിബി അല്ല ആരായാലും. കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കും. അമ്മ എന്നുള്ള അസോസിയേഷന്റെ തലമുത്ത കുറച്ച് നല്ല ആൾക്കാരുണ്ട്. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയ പോലും ഇല്ല. ഒരാൾ പറയുന്നത് മാത്രം നമ്മൾ കേട്ടാ മതിയോ? നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. അവര് അവിടെ ചോദിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടോ എല്ലാം തെളിവ് വരട്ടെ. നീ വലിയ തത്വം ഒന്നും പറയണ്ട. നിക്കക്കളിയില്ലാത്ത നിലയില്ല നമ്മള്. തത്തയെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ. പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു. പറ്റില്ലെന്ന്. അപ്പൊ എന്റെ കൈയും കാലും വിറച്ചു പോയി.